الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ ജുമുഅ നമസ്കാരം നിർവഹിക്കാനും ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് നാം എല്ലാവരും. ഈ പരിശുദ്ധ റമദാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും പാപമുക്തരായി അതിൽ നിന്ന് പുറത്തു പോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനോടനുബന്ധിച്ച് സത്യവിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് തറാവീഹ് നമസ്കാരം, അല്ലെങ്കിൽ റമദാനിലെ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഷഹ്റുൽ ഖിയാം, രാത്രി നമസ്കാരത്തിന്റെ മാസം എന്ന ഒരു പേർ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. രാത്രി നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും റമദാനിൽ സത്യവിശ്വാസികളോട് ശ്രദ്ധയോടെ അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത നമസ്കാരമാണ് ഈ റമദാനിലെ രാത്രി നമസ്കാരം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറഗ്ബു ഫീ ഖിയാമി റമളാൻ മിൻ ഗൈരി അൻ യഅ്മുറഹും ബിഅസീമ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ രാത്രി നമസ്കാരത്തിന് പ്രത്യേകം പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു, പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അത് നിർബന്ധമായി ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രം, അവർ ഫറലാക്കിയിട്ടില്ല എന്ന് മാത്രം. പക്ഷേ അത് ചെയ്യാനുള്ള എല്ലാ പ്രേരണയും പ്രോത്സാഹനവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുണ്ടായിരുന്നു. സുമ്മ യഖൂൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ ആരെങ്കിലും അല്ലാഹുവിലുള്ള വിശ്വാസത്തോടു കൂടിയും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. അപ്പോൾ റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പ്രത്യേകം ഉപദേശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്ന ഒരു നമസ്കാരമാണ്
റമദാനിലെ രാത്രി നമസ്കാരം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നമസ്കാരം തന്നെയാണ് നമ്മൾ തറാവീഹ് എന്നുള്ള പേരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ഇസ്ലാമിന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സദാ രാത്രി നമസ്കാരം നിർവഹിക്കാൻ നിർദ്ദേശിച്ചതായും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചക, ഇത് ഉറങ്ങാനുള്ള സമയമല്ല. യാ അയ്യുഹൽ മുസമ്മിൽ എന്നുള്ള ആ വിളി പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. പുതപ്പിട്ട് മൂടിക്കിടക്കുക എന്നുള്ളത് അല്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ സ്വഭാവവും സവിശേഷതയും. അതിനല്ല ഇത്രയും വലിയ ഒരു ഭാരവും ഉത്തരവാദിത്വവും താങ്കളെ ഏൽപ്പിച്ചത്. അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള അടിസ്ഥാനത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൂ. അല്പസമയം വിശ്രമിക്കാനൊക്കെ എടുത്താൽ അത് മതി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നമസ്കരിക്കൂ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്. എന്നിട്ട് ആ നമസ്കാരത്തിന്റെ തോത് വിശദീകരിച്ചു കൊടുക്കുന്നു. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. രാത്രിയുടെ പകുതി സമയം നിന്ന് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഒരല്പം കുറയുകയോ അല്ലെങ്കിൽ അല്പം കൂട്ടുകയോ ഒക്കെ ആവാം. ഒരു മീഡിയം ആയി സാധാരണഗതിയിൽ ഒരു രാത്രിയുടെ പകുതി സമയം എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കണം എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്. പകുതി രാത്രി വിശ്രമത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ ബാക്കിയുള്ള പകുതി സമയം നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഈ നിർദ്ദേശം പ്രവാചകൻ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല, അത് പ്രവാചകന്റെ അനുയായികളും പിന്തുടരേണ്ട ഒരു രീതിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിർദ്ദേശം കർശനമാണ്. മറ്റുള്ളവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ പ്രവാചകൻ അത് ബാധകമാകും. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളോടുള്ള ഒരു നിർദ്ദേശവും കൂടി ഇതിൽ അടങ്ങിയതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. തിരുമേനിയോടുള്ള നിർദ്ദേശങ്ങളെല്ലാം നബിക്ക് മാത്രമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയാത്തിടത്തെല്ലാം സത്യവിശ്വാസികൾക്ക് മുഴുവൻ ബാധകമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയും അതാണ്. പരിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ട കൽപ്പനകളൊക്കെ അതേ രൂപത്തിലും സ്വഭാവത്തിലും ഉള്ളതുമാണ്. എന്നിട്ട് ആ നമസ്കാരത്തിന്റെ ഒരു മുഖ്യമായ ഘടകം എന്ന രൂപത്തിൽ പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ താങ്കൾ സാവധാനം, സാവകാശം നിർത്തി പാരായണം ചെയ്യുക. ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രീതിശാസ്ത്രം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? തർത്തീലായിട്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആ വചനം എന്താണ് എന്ന് മനസ്സിലാക്കി അതിലെ ആശയങ്ങൾ ഗ്രഹിച്ച് അതേ സാവധാനം ഉൾക്കൊണ്ട് അതിനോട് മാനസികമായും ശാരീരികമായും പ്രതികരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നിർവഹിക്കണം എന്നാണ് വറത്തിൽ ഖുർആന തർത്തീല എന്നതിന്റെ താല്പര്യം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ അത് ഹറാമാണ് എങ്കിൽ ആ കാര്യം ഹറാമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ച് ബോധവാനാവുകയും ചെയ്യുക. ഹലാലായ കാര്യവും ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാര്യവുമാണ് എങ്കിൽ
അത് നിർബന്ധമായി ഞാൻ അനുഷ്ഠിക്കേണ്ടതാണോ അല്ലേ എന്ന് മനസ്സിലാക്കി നിർബന്ധമായതാണെങ്കിൽ അത് നിർബന്ധമായും പിന്തുടരുക. ആ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തുകളും നിർത്തിയിട്ടായിരുന്നു പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലെ തന്നെ ഓരോ വാക്കുകളും ഇങ്ങനെ ഒരു സാവകാശമായിരുന്നു പാരായണം ചെയ്തിരുന്നത്. ബിസ്മില്ലാ അർ-റഹ്മാനിർ റഹീം. ഇങ്ങനെ ഓരോ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനോടുള്ള പ്രതികരണവും നബി തിരുമേനിയുടെ ആ പാരായണത്തിനിടയിൽ കാണാൻ സാധിക്കുമായിരുന്നു. സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യുക, തസ്ബീഹ് ചെയ്യേണ്ടിടത്ത് തസ്ബീഹ് നിർവഹിക്കുക, തഹ്മീദ് ചെയ്യേണ്ടിടത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഇതെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു ഖുർആൻ പാരായണമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുക എന്നതാവണം ഈ രാത്രിയിലെ നമസ്കാരത്തിന്റെ മുഖ്യമായ ഘടകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇവിടെ നിർദ്ദേശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടുള്ള കൽപ്പനയാണ് എങ്കിലും അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുള്ള പ്രോത്സാഹനമാണ്, പ്രേരണയാണ്. അത് അവരുടെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ, അവരുടെ സ്വഭാവങ്ങളെ, അവരുടെ നടപടിക്രമങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ ആ വിശ്വാസികൾ രാത്രി കാലങ്ങളിൽ അല്പം മാത്രമേ കിടന്നുറങ്ങുകയുള്ളൂ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പാതിരാ സമയങ്ങളിൽ, പുലർക്കാല വേളകളിൽ, സുബഹിന്റെ മുമ്പുള്ള ആ സമയങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇതാണ് ആ വിശ്വാസികളുടെ സ്വഭാവം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നമ്മെ ഉണർത്തുന്നു. അപ്പോൾ സത്യവിശ്വാസികളുടെ വീടുകൾ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട്, അവനെ ഓർമ്മിച്ചുകൊണ്ട് ഈ രൂപത്തിലാണ് സത്യവിശ്വാസികൾ കഴിച്ചുകൂട്ടേണ്ടത് എന്നും ഇതായിരിക്കണം ആ വീടുകളുടെ ഒരു അന്തരീക്ഷം എന്നും പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിലൂടെയും സഹാബത്തിന്റെ ജീവിത രീതിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. സഹാബ കിറാമിന്റെ വീടുകളിന്റെ അടുത്തൂടെ രാത്രി സമയങ്ങളിൽ നടന്നു പോകുമ്പോൾ ഖുർആൻ പാരായണത്തിന്റേതായ ശബ്ദങ്ങൾ അവിടെ നിന്ന് മുഴങ്ങുന്നതായി, അവിടെ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായി കേൾക്കാൻ സാധിക്കും എന്ന് സ്ഥിരീകരങ്ങൾ പറയുന്ന ഹദീസുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഹോം തിയേറ്ററുകളാണല്ലോ. നമ്മൾ അതിനാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും ഹോം തിയേറ്ററുകൾ ഉണ്ടാക്കുക. അതിന് പ്രത്യേകമായ ഓഫറുകളാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടോ? ഇല്ല എങ്കിൽ ഞങ്ങളത് ഉണ്ടാക്കിത്തരാം, വളരെ സൗജന്യമായ വിലക്ക് തന്നെ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഏത് സമയത്തും ഏത് ഫിലിമും ഏത് തരത്തിലുള്ള പരിപാടികളും കാണാനും ആസ്വദിക്കാനും ഉറക്കമൊഴിക്കാനും രാത്രി സമയങ്ങളിൽ ഇത്തരം പരിപാടികളിൽ അഭിരമിക്കാനും നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓഫറുകളാണ് നാനാഭാഗങ്ങളിലും. ഇതിനാണ് നമ്മൾ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളെയും ആ രൂപത്തിൽ സജ്ജീകരിക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ അത് വിശ്വാസികളുടെ സ്വഭാവമല്ല, സത്യവിശ്വാസികളുടെ രീതിയല്ല, സത്യവിശ്വാസികളുടെ ഗുണങ്ങളിലോ സവിശേഷതകളിലോ പെട്ടതുമല്ല. അവരുടെ സവിശേഷതകൾ എന്താണ് എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആയത്തുകളിൽ പറയുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മയുള്ളവർ, അവന്റെ ഇബാദത്ത് ചെയ്യുക, അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവന്റെ ക്രോധവും അവന്റെ വെറുപ്പും സമ്പാദിക്കുന്നതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക, ഇതായിരിക്കും അവരുടെ നിലപാട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവര് എല്ലാ തരത്തിലുള്ള അനാവശ്യമായ
എല്ലാ തരത്തിലുള്ള വൃത്തികെട്ടതായ പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്, മാറി നിൽക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ആയിരിക്കണം സത്യവിശ്വാസികളുടെ സ്വഭാവം. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷങ്ങൾ ഇസ്ലാമികമാക്കി തീർക്കാനും ഖുർആനിന്റെ ശബ്ദങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്നു വരിക, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ കുട്ടികള്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ അവർ പാരായണം ചെയ്യുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും സമയങ്ങൾ വിനിയോഗിക്കുന്നതുമൊക്കെ അള്ളാനെ സ്മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം പാരായണം ചെയ്യാനും അതുപോലെ നല്ലതായ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാവുക. ഇതിലാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മഹത്തായ വിശിഷ്ടമായ രാവുകളിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും രാത്രി സമയങ്ങളിൽ കൂടുതൽ പാരായണം ചെയ്യാൻ വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് അതിൽ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം, റമളാനിൽ എങ്ങനെയായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ നിന്ന് തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായി ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹായും മറ്റും റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ വളരെ നേരം എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. അള്ളാഹ്ക്കറിയാം നീ രാത്രി 2/3 ഭാഗവും അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയുമൊക്കെ നിന്ന് നമസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ റമളാൻ മാസത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എങ്ങനെയായിരുന്നു നമസ്കരിക്കാറുണ്ടായിരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരങ്ങളിൽ 4 റക്അത്ത് വീതം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു എന്ന്. രാത്രിയിലെ നമസ്കാരത്തിന് പല രീതികളുണ്ട്. ഏത് രീതിയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാം. അത് ഏത് സ്വീകരിച്ചാലും അതിൽ കുഴപ്പമില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഒക്കെ മാതൃക അതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ രാത്രി നമസ്കാരം എന്തൊന്നിന് വേണ്ടിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, ഏതൊരു താല്പര്യത്തിന് വേണ്ടിയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച് മാതൃക കാണിച്ചത്, അതിന് ഉപകാരപ്പെടുന്നതും പ്രയോജനപ്പെടുന്നതും ആയിരിക്കണം. അത് ഖുർആൻ പാരായണം, അല്ലാഹുവിനെ കൂടുതലായി സ്മരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ അല്ലാഹുവിന്റെ അടുപ്പം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയങ്ങൾ അവന് വേണ്ടി വിനിയോഗിക്കുക. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഖിയാമുൽ ലൈലി മസ്നാ മസ്നാ, ഖിയാമുൽ ലൈലി മസ്നാ മസ്നാ, എങ്ങനെയാണ് ഞങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂടുതൽ വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. ഖിയാമുൽ ലൈലി മസ്നാ മസ്നാ, രണ്ട് റക്അത്തായിക്കൊണ്ട് നമസ്കരിക്കുക തന്നെ, രണ്ട് റക്അത്തായിക്കൊണ്ട് നമസ്കരിക്കുക. ഫൈദാ ഖശീത സുബ്ഹ, അങ്ങനെ സല്ലി റക്അ തൂത്തിറു ലക മാ ഖദ് സല്ല, അങ്ങനെ സുബഹി ആയി എന്ന് തോന്നിയാൽ, സുബഹിന്റെ സമയമായി എന്ന് തോന്നിയാൽ ഒറ്റ റക്അത്ത് നമസ്കരിക്കുക. എന്നാൽ ആ നമസ്കരിച്ചത് മുഴുവൻ തന്നെ ഒറ്റയായി. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്ത രീതി, മാതൃക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 2 റക്അത്തുകളായിക്കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതും ആ നമസ്കാരത്തിൽ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുക, അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുക, ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും നടത്തുക, ഇതാണ് ഈ ഖിയാമുൽ ലൈലിന്റെ സ്വഭാവം എന്നും നമുക്ക് മനസ്സിലാക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു തന്നത് 4 റക്അത്ത് നമസ്കരിക്കും. ലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വ തൂലിഹിന്ന,
ആ നമസ്കാരം എത്രമാത്രം ദീർഘിച്ചതാണ്, എത്രമാത്രം സുന്ദരമാണ്, മനോഹരമാണ്, അത് ചിന്തിച്ചാൽ മതി. ആ രൂപത്തിലായിരുന്നു നമസ്കാരം. അതുപോലെ തന്നെ പിന്നെയും 4 റക്അത്ത് നമസ്കരിക്കും. അപ്പൊ 4 4 8 പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 റക്അത്ത് നമസ്കരിക്കും. ഇങ്ങനെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് ഈ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. മാത്രമല്ല, അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും മറ്റെല്ലാ കാലങ്ങളിലുമൊക്കെ 11 റക്അത്തിനേക്കാൾ കൂടുതൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. 11 റക്അത്തിനേക്കാൾ കൂടുതൽ നമസ്കരിക്കുന്നത് തെറ്റായതുകൊണ്ടല്ല, സമയമില്ല. ഉള്ള സമയം കൊണ്ട് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചാൽ പോലും ഈ 11 റക്അത്തിന്റെ അപ്പുറത്തേക്ക് എത്തുകയില്ല. അങ്ങനെയായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ചില ഹദീസുകളിൽ പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറ ഒക്കെ, സൂറത്തുൽ ബഖറ, സൂറത്തു ആല ഇമ്രാൻ, അതുപോലെയുള്ള ദീർഘമായ സൂറത്തുകൾ ഓരോ റക്അത്തിൽ പാരായണം ചെയ്യുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ഇങ്ങനെ വീർത്ത് തുടിക്കുമായിരുന്നു. ഇങ്ങനെ കൂടുതൽ സമയം നിന്നതിന്റെ പേരിൽ നീര് കെട്ടിയിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് വീർത്ത് തുടിക്കുമായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. അപ്പോൾ അതായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രീതി. സാധാരണഗതിയിൽ ഈ നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നമസ്കരിക്കാറുണ്ടായിരുന്നത്. അതേ അവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ച ചില അനുഭവവും ഉണ്ട്. ഒരിക്കൽ ഒരു റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. റമളാനിന് 7 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നത്. എന്ന് പറഞ്ഞാൽ റമളാൻ ഒരു 23-ന് ശേഷം ആദ്യത്തെ ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു. അപ്പൊ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട്, അവരൊക്കെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നവർ തന്നെയാണ്. അപ്പോ നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത്, പള്ളിയിൽ ഇങ്ങനെ ജമാഅത്തും അതുപോലെയുള്ള സംഘടിതമായ നമസ്കാരങ്ങളും ഇല്ല, അതുവരെ ഉണ്ടായിരുന്നില്ല. ഓരോ വ്യക്തികളൊക്കെ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കും, അതായിരുന്നു പതിവ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ വന്നുകൊണ്ട് ഈ റമളാനിന്റെ അവസാനത്തെ 10-ലെ ഒരു ദിവസം നമസ്കരിച്ചപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്നുകൊണ്ട് നമസ്കരിച്ചു. അങ്ങനെ ഈ വിവരം പിറ്റേ ദിവസം അവർ ഇന്നലെ നബി വന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചു, ഞങ്ങളും നബിയുടെ കൂടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട ആളുകളൊക്കെ പിറ്റേ ദിവസം അവരും പള്ളിയിൽ വരികയും ആ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചപ്പോ കൂടുതൽ ആളുകൾ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഈ വർത്തമാനം കൂടുതൽ ആളുകളിലേക്ക് പരക്കുകയാണ് രണ്ടാമത്തെ ദിവസവും. മൂന്നാമത്തെ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചപ്പോൾ കൂടുതൽ ആളുകളെ പള്ളിയിൽ കാണുകയുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്നാമത്തെ നമസ്കാരവും മൂന്നാമത്തെ ദിവസവും അവരെയുമായി ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിച്ചു. നാലാമത്തെ ദിവസമായപ്പോൾ ഈ വാർത്ത എല്ലായിടത്തും എത്തുകയും ആളുകൾ മുഴുവൻ പള്ളിയിൽ തടിച്ചുകൂടുകയും പള്ളി ആകെ ആളുകളെ കൊണ്ട് നിറയുകയും ചെയ്തു. പക്ഷേ ആ ദിവസം, നാലാമത്തെ ദിവസം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ അറിഞ്ഞിട്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് പള്ളിയുടെ നേരെ തൊട്ടാണ്, നമുക്കറിയാം. അപ്പോ ആ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നബിക്ക് അപ്പോൾ അറിയാമായിരുന്നിട്ടും ഇത്രയേറെ ആളുകൾ തടിച്ചുകൂടി ഇത് ഇങ്ങനെ പോവുകയാണ് എങ്കിൽ അത് പ്രയാസമുണ്ടാക്കുമോ എന്ന ആശങ്ക റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. അന്ന് രാത്രി നബി തിരുമേനി പള്ളിയിലേക്ക് വന്നില്ല. നാലാമത്തെ ദിവസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പതിവ് പോലെ സുബഹി നമസ്കരിക്കാനാണ് വന്നത്. സുബഹി നമസ്കരിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രി എല്ലാവരും ഇവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും ഞാൻ വരുന്നത് കാത്തിരുന്നതുമൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ വരാതിരുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ ഈ തിടുക്കവും ഈ രാത്രി നമസ്കാരത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ജാഗ്രതയും ഒക്കെ മൂലം ഒരുപക്ഷെ ഇതെങ്ങാനും നിർബന്ധമാക്കി പോയാൽ അത് നിങ്ങൾക്ക് പ്രയാസമായി തീരുമോ എന്ന
ഒരു ആശങ്ക എനിക്കുണ്ടായി. അങ്ങനെ തന്റെ ഉമ്മത്തിനോടുള്ള ആ സ്നേഹം കാരണത്താലാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4-ാമത്തെ ദിവസം വരാതിരുന്നത് എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ 3 ദിവസങ്ങൾ റമളാൻ മാസത്തിൽ ഈ രാത്രി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നിർവഹിച്ചത് നമുക്ക് കാണാം. പിന്നെ ആളുകൾ പഴയപടി തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ നിസ്കരിക്കാൻ വരാറില്ല. പള്ളിയിൽ വെച്ചുകൊണ്ട് പല ആളുകളും ഈ നമസ്കാരം നിർവഹിക്കും. അത് ചില ആളുകൾ ഒറ്റക്ക് നമസ്കരിക്കും, വേറെ ചില ആളുകൾ ഒരു ഇമാമിനെയും നിർത്തിക്കൊണ്ട് അയാളുടെ പിന്നിൽ കുറച്ച് ആളുകൾ നിസ്കരിക്കും, വേറെ ഒരു മൂലയ്ക്ക് വേറെയും കുറച്ച് ആളുകൾ നിസ്കരിക്കും. ഇങ്ങനെയൊക്കെ ഈ രാത്രി കാലങ്ങളിൽ നമസ്കരിക്കും. വേറെ കുറെ ആളുകൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കും. കാരണം വീട്ടിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതായിരുന്നു പൊതുവായ സ്വഭാവവും പൊതുവായ രീതിയും ആ കാലത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ കൂടുതലായി ചെയ്തതും തിരുമേനിയുടെ കാലത്ത് നടപ്പുണ്ടായിരുന്നതും അതായിരുന്നു എന്നും മനസ്സിലാക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഒരു മാതൃക ഏതാനും ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. മാത്രമല്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാൻ കാരണം ഒരു ആശങ്ക മൂലമായിരുന്നു എന്നും നമുക്ക് ആ ഹദീസുകൾ തന്നെ വ്യക്തമാക്കി തരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി കൊണ്ടുവരികയും അമീറുൽ മുഅ്മിനീനായി കൊണ്ടുവരികയും അങ്ങനെ ഇതേ നിലപാടുകൾ തുടർന്നു വരികയും ചെയ്യുകയുണ്ടായി. അഥവാ ആളുകളെ റമളാൻ മാസമായാലും അല്ലാത്ത കാലങ്ങളിലുമൊക്കെ പ്രത്യേകിച്ചും റമളാനിൽ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി രാത്രി നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കും. മിക്കവാറും ആളുകൾ വീട്ടിൽ വെച്ച് തന്നെയാണ് നമസ്കരിക്കുക. പക്ഷേ കുറെ ആളുകൾ പള്ളിയിലൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ജമാഅത്തുകളായിക്കൊണ്ടും അല്ലെങ്കിൽ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ ഒറ്റക്ക് സ്വതന്ത്രമായിക്കൊണ്ടുമൊക്കെ നമസ്കരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ഖലീഫ ആയപ്പോൾ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ട് തന്റെ പ്രജകളുടെ അല്ലെങ്കിൽ തന്റെ അനുയായികളുടെ സ്ഥിതിവിവരങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവവും നടപടിക്രമവുമായിരുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ രാത്രി സമയത്ത് വന്നു നോക്കിയപ്പോൾ ഇതാണ് കണ്ടത്. പല ആളുകളും പലരൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുന്നു, കുറെ ആളുകൾ ചെറിയ ചെറിയ സംഘങ്ങളായിക്കൊണ്ട് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ഇമാമിനെ നിശ്ചയിച്ചു തരാം. ആ ഇമാമിന്റെ കീഴിൽ എല്ലാവരും ഒരു ജമാഅത്തായിക്കൊണ്ട് ഈ നിസ്കാരം നിർവഹിക്കുക, അതാണ് ഏറ്റവും ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിക്കൊണ്ട് നിശ്ചയിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് നിസ്കരിക്കാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു രീതി അഥവാ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇടക്കാലത്ത് ചെയ്ത് കാണിച്ചു കൊടുത്ത ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് ആ രീതിയിൽ ഒരു ജമാഅത്ത് നമസ്കാരത്തിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി. ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ നേരത്തെ ഈ സമയത്ത് നമസ്കരിക്കുന്നതല്ല ഏറ്റവും പുണ്യകരം. ഏറ്റവും പുണ്യകരം രാത്രിയുടെ അന്ത്യസമയത്ത് നമസ്കരിക്കുന്നതാണ്. അഥവാ നേരത്തെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞല്ലോ. രാത്രി കാലങ്ങളിൽ അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു. അത് പാതി രാവുകളിൽ അല്ലെങ്കിൽ പുലർക്കാല വേളകളിൽ എന്ന് പറഞ്ഞ ആ സന്ദർഭമാണ് നമസ്കാരത്തിന് ഏറ്റവും ഉചിതം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം വന്നുകൊണ്ട് നോക്കിയപ്പോൾ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് കാണുകയും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീട് മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചു കൊണ്ടുവരികയും അത് ഒരു നടപടിക്രമമായി കൊണ്ട് എല്ലാവരും പിന്തുടരുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ രൂപത്തിൽ രാത്രി നമസ്കരിക്കുക, പ്രത്യേകിച്ചും റമളാനിന്റെ രാവുകളിൽ നമസ്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നടപടിക്രമമാണ്, സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാക്കാൻ സാധിക്കും. ഈ നമസ്കാരങ്ങൾ ഏത് രീതിയിലായിരുന്നു, എത്ര റക്അത്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ച യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ വലിയ ഒരു ചർച്ചയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലരും പല രീതിയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന വിശദീകരണങ്ങൾ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില സന്ദർഭങ്ങളിൽ 13 റക്അത്തുകൾ നമസ്കരിച്ചതായിട്ട് വ്യക്തമായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഇബ്നു തൈമിയെ പോലെയുള്ള ആളുകൾ 13 തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതായിട്ടും കാണാം. വേറെ ചില റിവായത്തുകൾ അനുസരിച്ചുകൊണ്ട് 11 റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ അതേ കാലഘട്ടത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തന്നെ അതേ കാലഘട്ടത്തിൽ ഈ തമീമുദ്ദാരി എന്ന് പറയുന്ന വേറെ ഒരു സഹാബിയെയും സ്ത്രീകൾക്കൊക്കെ ഇമാമത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ചുമതലപ്പെടുത്താറുണ്ടായിരുന്നു എന്നും ചില റിവായത്തുകളിൽ കാണാം. അവരുടെ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ചില റിവായത്തുകളിൽ അവർ 11 നമസ്കരിച്ചിരുന്നു എന്ന് കാണാം. വേറെ ചില റിവായത്തുകളിൽ അവർ 13 നമസ്കരിച്ചിരുന്നു എന്ന് കാണാം. വേറെ ചില റിവായത്തുകളിൽ അവർ 23 നമസ്കരിച്ചിരുന്നു എന്ന് കാണാം. വേറെ ചിലതിൽ അവർ 21 നമസ്കരിച്ചിരുന്നു എന്ന് കാണാം. ഇങ്ങനെ 4 തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ നമസ്കാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇമാം ഹാഫിദ് ഇബ്നു ഹജറിനെ പോലെയുള്ള, ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവർ നമുക്ക് വിശദീകരിച്ച് തന്നത്, ഇതിന്റെ അർത്ഥം ഇത് പരസ്പര വിരുദ്ധമാണ് എന്നല്ല. അവർ പല രീതിയിലും നമസ്കരിക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ രീതിയിലൊക്കെ അവർ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ സ്വഭാവവും അവരുടെ സാഹചര്യവും പരിഗണിച്ചുകൊണ്ടാണ് അവർ ഈ രീതി തുടരാറുണ്ടായിരുന്നത്. ആളുകൾ കൂടുതൽ സമയം എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാൻ ഇഷ്ടപ്പെടുകയും അവർക്ക് കൂടുതൽ ആവേശവും അതുപോലെ തന്നെ നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണെങ്കിൽ റക്അത്തുകൾ കുറച്ചുകൊണ്ട് അവരെ കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന രീതിയായിരുന്നു. അതാണ് 11 എന്ന് പറയുന്ന ആ സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന്റെ സ്വഭാവം അതായിരുന്നു. അതേ അവസരത്തിൽ അവർക്ക് കൂടുതൽ നിൽക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനോ ഒക്കെ പ്രയാസം അനുഭവപ്പെടുകയും അവർ കൂടുതൽ റുകൂഉകൾ, സുജൂദുകൾ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ രീതിയാണ്, ആ സ്വഭാവമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അപ്പോൾ അവർ നമസ്കരിക്കാൻ റക്അത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നമസ്കാരത്തിന് നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം കുറക്കാറായിരുന്നു പതിവ് എന്ന്. അതാണ് 21, 23 പോലെയുള്ള റക്അത്തുകൾ കാണുമ്പോൾ അതിന്റെ അർത്ഥം അവർ കൂടുതൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുകയും ഖിയാമിനെ കുറക്കുകയും ചെയ്യുക, നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കുറക്കുകയും ചെയ്യുക എന്ന രീതി സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത് എന്ന് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള ആളുകളെ ഫതഹുൽ ബാരി പോലെയുള്ള അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇമാം ഷാഫിഈയെ പോലെയുള്ള ആളുകൾ അദ്ദേഹം പറയുകയാണ്, ഇമാം ഷാഫിഈ പറയുകയുണ്ടായി, റഅയ്തുന്നാസ യഖൂമൂന ബിൽ മദീനത്തി ബി39. ഇമാം ഷാഫിഈയുടെ കാലഘട്ടത്തിൽ മദീനയിലെ ആളുകൾ 39 റക്അത്തൊക്കെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിഈ പറയുന്നു. വഫീ മക്ക ബി23. മക്കയിലെ പല ആളുകളും 23 റക്അത്ത് നമസ്കരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിഈ പറയുന്നു. വലൈസ ഫീ ശൈഇൻ മിൻ ദാലിക ലീഖുൻ. അത് ഏത് രീതിയിൽ നമസ്കരിക്കുകയാണെങ്കിലും അതിലൊരു വിരോധവുമില്ല, പ്രയാസവുമില്ല എന്നും ഇമാം ഷാഫിഈ അഭിപ്രായപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇൻ അതാലു അൽ ഖിയാമ വ അഖല്ലു സുജൂദ ഫഹസനുൻ. അവർ കൂടുതൽ നേരം നിന്ന് നമസ്കരിക്കുകയും അവരെ റക്അത്തുകൾ കുറക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതും നല്ലതാണ്. വൈൻ അക്സറു സുജൂദ വ അഖഫു അൽ ഖിറാഅ ഫഹസനുൻ. ഇനി സുജൂദുകൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് റക്അത്തുകൾ കൂടുതൽ കൂട്ടി ഖുർആൻ പാരായണം കുറക്കുകയാണെങ്കിൽ അതും അങ്ങനെയും ആകാവുന്നതാണ്. വൽ അവ്വലു അഹബ്ബു ഇലയ്യ. ഒന്നാമത്തേതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ റക്അത്തുകൾ കുറച്ചുകൊണ്ട് കൂടുതൽ നിന്ന് നമസ്കരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഇമാം ഷാഫിഈ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് റമളാനിലെ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സാധാരണ നിർവഹിക്കുന്ന തറാവീഹ് പോലെയുള്ള നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്ക് മാതൃകയാണ്. നമ്മുടെ ഉലമാക്കന്മാരുടെയും ഇമാമുകളുടെയും അഭിപ്രായങ്ങൾ, സലഫുസ് സാലിഹുകളുടെ രീതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതുപോലെ ഇമാമുകളുമൊക്കെ പിന്തുടർന്ന രീതി, ഇത് നമുക്ക് മാതൃകയാണ്. ഈ നമസ്കാരം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നിർവഹിക്കേണ്ട ഒരു സമയമാണ് ഈ വിശുദ്ധ റമളാനിന്റെ രാവുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ നമസ്കാരത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ
പോകാതിരിക്കാനും ഈ പുണ്യ മാസം കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പരിശുദ്ധരായിക്കൊണ്ട് തിരിച്ചു ചെല്ലാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു ഉറച്ച തീരുമാനവും അങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യവും നമുക്ക് ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.